രണ്ട് ബെഞ്ച്, ഈ രണ്ട് ബെഞ്ച് കേട്ടോ. ഈ രണ്ട് ബെഞ്ച്, ഈ രണ്ട് ബെഞ്ച്, ആ രണ്ട് ബെഞ്ച് കൂടെ ശ്രദ്ധിക്കുക. ലാസ്റ്റ് ബെഞ്ച് എല്ലാവർക്കും കേൾക്കട്ടോ. ക്ലാസ്സിലെ എല്ലാവർക്കും വ്യക്തമായിട്ട് കേൾക്കണം. ഒക്കെ വായിക്കണം. ഇവിടെ ശ്രദ്ധിക്കൂ. എന്താണ് ക്വസ്റ്റ്യൻ? എന്താണ് എന്തുകൊണ്ടാണ് ജലത്തെ സാർവിക ലായകം എന്ന് വിളിക്കുന്നത്? ഇനി വേഗം ഗ്രൂപ്പായിട്ട് ഇരുന്നേക്കേ. എന്തുകൊണ്ടാണ് ജലത്തെ സാർവിക ലായകം എന്ന് വിളിക്കുന്നത്? ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടാവും ഇല്ലേ? വേഗം എനിക്ക് സംസാരിച്ചിരിക്കാതെ എല്ലാരും പറഞ്ഞോണ്ടിരിക്കുന്നില്ലേ? ടീച്ചറിപ്പോ വായിപ്പിക്ക് വേഗം. ഏത് ഗ്രൂപ്പിന്റെ ഫസ്റ്റ് കളിയാ തുടങ്ങുന്നത്? അവന്റെ ഫസ്റ്റ് എനിക്ക് കഴിയും നോക്കുക. കഴിഞ്ഞോ? ഈ ഗ്രൂപ്പിന്റെ കഴിഞ്ഞ് ഏത് ഗ്രൂപ്പിന്റെ കഴിഞ്ഞ് അവർക്ക് വായിക്കിട്ട് ഇവിടെ ശ്രദ്ധിച്ച എല്ലാവരും മതി എഴുതിയത്. ശ്രദ്ധിക്ക് വായിക്കും. ആ വെരി ഗുഡ്. എനിക്ക് കേട്ടോ എല്ലാവരും കേട്ടോ? വായിക്കും. ആ വെരി ഗുഡ്. എന്താ കേട്ടോ? എല്ലാവരും കൊണ്ടാണ് ഇവിടെ ശ്രദ്ധിച്ചിരിക്കണം. നല്ല കേൾക്കും. നിരവധി വസ്തുക്കളെ ലയിപ്പിക്കുന്നു. വെരി ഗുഡ്. ഇനി ഇവിടെ എല്ലാ വസ്തുക്കളെയും പെട്ടെന്ന് ലയിപ്പിക്കുന്നത് കൊണ്ട്. വെരി ഗുഡ്. ഇനി ഇവിടെ എല്ലാ വസ്തുക്കളെയും ലയിപ്പിക്കാൻ കഴിവുള്ളത് കൊണ്ട്. ഇനി അവിടെ ജലത്തിന് കൂടുതൽ വസ്തുക്കളെ ലയിപ്പിക്കാൻ കഴിയുന്നത് കൊണ്ട് ജലത്തെ എന്ത് വിളിക്കുന്നു? സാർവിക ലായകം എന്ന് വിളിക്കുന്നു. എല്ലാവരും തന്നോട്ടോ. അപ്പൊ എന്ത് നമ്മളെ പറഞ്ഞേ? ജലത്തെ എന്തുകൊണ്ടാണ് സാർവിക ലായകം എന്ന് വിളിക്കുന്നത് പറഞ്ഞേ? എന്തുകൊണ്ടാണ്? ജലത്തിന് ഏറ്റവും കൂടുതൽ വസ്തുക്കളെ അല്ലെങ്കിൽ ഒട്ടുമിക്ക വസ്തുക്കളെയും ലയിപ്പിക്കാനുള്ള കഴിവുണ്ട് അല്ലേ? അപ്പൊ നമ്മുടെ നാട്ടിൽ ഇപ്പൊ നിറയെ മഴ പെയ്യാണ്. അപ്പൊ എന്താണ്? ഒരുപാട് മഴവെള്ളം വരും അല്ലേ? മുറ്റത്ത് ഫുള്ള് മഴവെള്ളമില്ലേ? അല്ലെങ്കിൽ സ്കൂൾ ഗ്രൗണ്ടിൽ മഴവെള്ളമായിരിക്കും, വീട്ടുമുറ്റത്ത്, അതുപോലെ നിങ്ങൾ കളിക്കുന്ന സ്ഥലത്ത്, സ്കൂളിന്റെ എല്ലായിടത്തും മഴവെള്ളമായിരിക്കും. ഈ മഴവെള്ളം ഒക്കെ എവിടേക്കാ ഒഴുകി പോവാ? കടലിലേക്ക് പോവും, നദികളിലോട്ട് പോവും, പുഴ അങ്ങനെയല്ല, കുളത്തിൽ കുറച്ചുണ്ടാവും, കിണറിലോട്ട് പോവും, ഇങ്ങനെയൊക്കെ പോവും അല്ലേ? ഈ നദിയൊക്കെ ഉണ്ടാവും. ഈ മഴവെള്ളം ഇങ്ങനെ ഒഴുകിയിട്ടുണ്ടാവുന്ന ഒരു ഭൂരൂപമാണ് എന്ത്? നദി എന്ന് പറയും. അതുപോലെ വെള്ളച്ചാട്ടം കണ്ടിട്ടുണ്ടോ? ഈ വെള്ളം ഇങ്ങനെ ഒഴുകി പാറക്കെട്ടുകളുടെ മേലെ കൂടെ ഇങ്ങനെ ഒഴുകി വന്ന് ഒരുപാട് വർഷങ്ങൾ ഇങ്ങനെ ഒഴുകി വരുന്നതിന് ഫലമായിട്ടുണ്ടാവുന്നതാണ് വെള്ളച്ചാട്ടം. ഈ നദി, വെള്ളച്ചാട്ടം ഒക്കെ ഓരോ തരം ഭൂരൂപങ്ങളാണ്. ഇപ്പൊ നിങ്ങൾ ഇവിടെ ചിലരുത്തരം പറയുന്നുണ്ടായിരുന്നു ഈ മഴവെള്ളം എവിടേക്കാ പോവുക വെച്ചപ്പോ ഇവിടെ ഒന്ന് രണ്ട് പേര് പറഞ്ഞു ഭൂമിയുടെ അടിയിലോട്ട് പോകുന്നു പറഞ്ഞില്ലേ? ആരാ പറഞ്ഞേ? അതാ അവിടെ ഇരിക്കുന്ന ആള്. അതുപോലെ തന്നെ എന്താണ്, കുറച്ച് ജലം എന്താണ് നമ്മുടെ ഭൂമിയുടെ അടിയിലോട്ട് താഴ്ന്നിറങ്ങും. നമ്മുടെ ഭൂമിയുടെ അടിയിലോട്ട് താഴ്ന്നിറങ്ങുന്ന ജലത്തിന് എന്താ പറയാ? വെരി ഗുഡ്. എന്താണ്? ഭൂഗർഭജലം. നമ്മൾ പറഞ്ഞ ഭൂമിയുടെ
ഭൂരൂപങ്ങൾ സൃഷ്ടിക്കുന്ന പറഞ്ഞില്ലേ, അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ഭൂഗർഭ ജലവും ചില ഭൂരൂപങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. ഈ ഭൂഗർഭ ജലം സൃഷ്ടിക്കുന്ന ഭൂരൂപങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. എന്തിനെ കുറിച്ചിട്ടാണ്? എന്ത് ഭൂരൂപങ്ങള്? ആരുണ്ടാക്കുന്ന ഭൂരൂപങ്ങള്? ഭൂഗർഭ ജലം ഉണ്ടാക്കുന്ന ഭൂരൂപങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. അതിന്റെ പേരാണ് ഭൂഗർഭ ജലജന്യ ഭൂരൂപങ്ങൾ. എന്താണ്? ഭൂഗർഭ, ഒക്കെ പറയൂ. ഭൂഗർഭ ജലജന്യ ഭൂരൂപങ്ങൾ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അത് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല അല്ലേ? എന്തായിരിക്കും ഈ ഭൂഗർഭ ജലജന്യ ഭൂരൂപങ്ങൾ എന്ന് പറഞ്ഞാൽ? ഭൂഗർഭ ജലം ഉണ്ടാക്കുന്ന ഭൂരൂപങ്ങളാണെന്ന് പറഞ്ഞു അല്ലേ? നമ്മുടെ ഭൂമിയുടെ അടിയിലോട്ട് താഴ്ന്നിറങ്ങുന്ന ഭൂജലങ്ങൾ എവിടെ എത്തുന്ന അറിയോ? ചുണ്ണാമ്പ് ശിലകളിൽ എത്തും. ഈ ചുണ്ണാമ്പ് ശില എന്ന് കേട്ടിട്ടുണ്ടോ? കാണിച്ചല്ലേ? ചുണ്ണാമ്പ് ശിലകളിൽ പതിക്കുമ്പോ അവ എന്താണ്? നമ്മൾ ആദ്യം പറഞ്ഞു ജലം എല്ലാത്തിനെയും പെട്ടെന്ന് ലയിപ്പിക്കുന്ന പറഞ്ഞു അല്ലേ? അതുപോലെ ഈ ചുണ്ണാമ്പ് ശിലകളിൽ തട്ടുമ്പോ ഈ ചുണ്ണാമ്പ് ശിലകൾ പെട്ടെന്ന് എന്താവും? വെള്ളത്തിൽ ലയിക്കും. അങ്ങനെ വെള്ളത്തിൽ ലയിക്കുന്നതിന്റെ ഫലമായിട്ട് എന്തുണ്ടാവും? ചില ഭൂരൂപങ്ങൾ സൃഷ്ടിക്കപ്പെടും. അതിനാണ് എന്ത് പറയാ? ഭൂഗർഭ ജലജന്യ ഭൂരൂപങ്ങൾ എന്ന് പറയാം. നമുക്ക് ഏതൊക്കെയാണ് ഭൂഗർഭ ജലജന്യ ഭൂരൂപങ്ങൾ നോക്കിയാലോ? വേഗം അവരാണ് ഒരു നല്ല കുട്ടിയായിട്ട് ആരെ നല്ല കുട്ടി നോക്കട്ടെ. ഇതിന്റെ ഇടയ്ക്ക് കാണുന്നുണ്ടോ? കേട്ട് വന്ന് വായിച്ചു. കാണുന്നുണ്ടോ? കാണുന്നുണ്ടോ? ടീച്ചർക്ക് ഇവിടുന്ന് കാണുന്നുണ്ടല്ലോ. ഭൂഗർഭ ജലജന്യ ഭൂരൂപങ്ങൾ ഒക്കെ വായിക്കാം. എല്ലാവർക്കും കേൾക്കണ്ടേ? ഏതൊക്കെയാണ്? ചുണ്ണാമ്പ് ഗുഹകൾ, സ്റ്റാലക്ടൈറ്റ്, സ്റ്റാലഗ്മൈറ്റ്, സ്തംഭങ്ങൾ. വെരി ഗുഡ്. എല്ലാവരും ഒരു ക്ലാപ്പ് കൊടുത്തേ. മതി. അപ്പൊ ഭൂഗർഭ ജലജന്യ ഭൂരൂപങ്ങൾ ഏതൊക്കെയാണെന്ന് ടീച്ചർ ചാർട്ടിലൂടെ കാണിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ് ഭൂഗർഭ ജലജന്യ ഭൂരൂപങ്ങൾ? ഒന്ന് ചുണ്ണാമ്പ് ഗുഹകൾ, സ്റ്റാലക്ടൈറ്റ്, സ്റ്റാലഗ്മൈറ്റ്, നാലാമത്തേതാ? സ്തംഭങ്ങൾ. ഒന്നുകൂടി പറയല്ലേ? ഏതൊക്കെയായിരുന്നു? ചുണ്ണാമ്പ് ഗുഹകൾ, സ്റ്റാലക്ടൈറ്റ്, സ്റ്റാലഗ്മൈറ്റ്, സ്തംഭങ്ങൾ. ഓക്കേ ആണോ? ഓക്കേ അല്ലേ? ടീച്ചർ പറയണോ? ഒന്നുകൂടി പറഞ്ഞാലോ? ചുണ്ണാമ്പ് ഗുഹകൾ, സ്റ്റാലക്ടൈറ്റ്, സ്റ്റാലഗ്മൈറ്റ്, സ്തംഭങ്ങൾ. ഇതൊക്കെയാണ് ഭൂഗർഭ ജലജന്യ ഭൂരൂപങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇത് ഓരോന്ന് എന്താന്ന് അറിയണ്ടേ? ആദ്യം ചുണ്ണാമ്പ് ഗുഹ എന്താന്ന് ടീച്ചർ പറഞ്ഞുതരാം. നമ്മൾ പറഞ്ഞു ഭൂഗർഭ ജലം ചുണ്ണാമ്പ് ശിലകളിൽ പതിക്കുമ്പോ ജലം എന്താണ്? ജലം എന്താ? പെട്ടെന്ന് അലിയിക്കും അല്ലേ? ചുണ്ണാമ്പ് ശിലകളല്ലേ? ആ ചുണ്ണാമ്പ് ശിലകളെ അലിയിച്ചിട്ട് എന്താണ്? ഒരു ഭൂരൂപമാക്കുന്നു പറഞ്ഞു. അപ്പൊ ഗുഹയുടെ രൂപത്തിൽ ഒരു ഭൂരൂപം ഉണ്ടാക്കും. ചുണ്ണാമ്പ് ശിലകളിൽ ജലം വന്ന് പതിയുമ്പോ എന്താ? ഒരു ഗുഹയുടെ രൂപത്തിലായിട്ട് മാറും. അതിനാണ് എന്ത് പറയാ? ചുണ്ണാമ്പ് ഗുഹകൾ എന്ന് പറയാ. മനസ്സിലായോ? എന്താണ്? ഭൂഗർഭ ജലം ചുണ്ണാമ്പ് ശിലകളിൽ പതിക്കുമ്പോ അവ എന്താ ഉണ്ടാവുക? ഒരു ഭൂരൂപമായി മാറുന്നു. അത് എങ്ങനത്തെ ആകൃതിയിലായിരിക്കും? ഗുഹയുടെ ഷേപ്പ് ആയിരിക്കും. അതിനാണ് എന്ത് പറയാ? ചുണ്ണാമ്പ് ഗുഹകൾ എന്ന് പറയും. മനസ്സിലായോ? ഇനി അടുത്തതാണ് എന്ത്? സ്റ്റാലക്ടൈറ്റ്. സ്റ്റാലക്ടൈറ്റ് എന്താ നമുക്ക് നോക്കാം. ഇനി അടുത്തതാണ് വായിച്ചു കൊടുക്കാൻ വരിക. ബോയ്സിന്റെ സൈഡിൽ ഒരാൾ വന്നേ. ആരെ വരിക? ഇനി അടുത്ത് നല്ല കുട്ടിയാണോ നോട്ടെ. വേഗം ഞാൻ ടീച്ചർ ഒരാളെ വിളിക്കും. ആ ലാസ്റ്റ് ബെഞ്ചിൽ ലാസ്റ്റ് ഇരിക്കുന്ന ആൾ തന്നെ. ടീച്ചർ ഹെൽപ്പ് ചെയ്യും. എല്ലാരും ഇവിടെ നോക്കിക്കേ. കാണുന്നുണ്ടോ? ലാസ്റ്റ് ബെഞ്ചിലോട്ട് കാണുന്നുണ്ടോ? സൈഡിലോട്ട് ഒന്ന് വായിക്കട്ടോ. ചേർന്നുണ്ടായ
താഴേക്ക് തുള്ളിയായി വീഴുകയും പ്രകാരം താഴേക്ക് വീഴുന്നതിൻ്റെ കുറച്ചു ഭാഗം ഗുഹയുടെ മേൽഭാഗത്ത് പറ്റിപ്പിടിച്ചിരിക്കുന്നു. ഏറെ കാലത്തെ പ്രക്രിയയുടെ ഫലമായി ചുണ്ണാമ്പ് നിക്ഷേപണ രൂപങ്ങൾ താഴേക്ക് വളർന്നു. എന്താണ് സ്റ്റാലക്ടൈറ്റുകൾ? ജലവുമായി അലിഞ്ഞു ചേർന്നുണ്ടായ ചുണ്ണാമ്പ് മിശ്രിത ഗുഹയുടെ മേൽക്കൂരയിൽ നിന്ന് താഴേക്ക് എങ്ങനെ വീഴുന്നു? തുള്ളികളായി വീഴുകയും ഇപ്രകാരം താഴേക്ക് വീഴുന്നതിന്റെ കുറച്ചു ഭാഗം എവിടെ? ഗുഹയുടെ മേൽഭാഗത്ത് പറ്റിപ്പിടിച്ചിരിക്കുന്നു. ഏറെ കാലത്തെ പ്രക്രിയയുടെ ഫലമായി ചുണ്ണാമ്പ് നിക്ഷേപണ ഭൂരൂപങ്ങൾ താഴേക്ക് വളർന്ന് രൂപപ്പെടുന്ന ഭൂരൂപം. എവിടേക്കാ വളർന്ന്? താഴേക്ക് വളർന്ന്. ഒന്നുകൂടി വായിക്കില്ലേ? ജലവുമായി അലിഞ്ഞു ചേർന്നുണ്ടായ ചുണ്ണാമ്പ് മിശ്രിതം വായിച്ചേ. ചുണ്ണാമ്പുമായ ഗുഹയുടെ മേൽക്കൂരയിൽ നിന്ന് ചുണ്ണാമ്പ് മിശ്രിതം അലിഞ്ഞു ചേർന്നിട്ട് ആ ചുണ്ണാമ്പ് മിശ്രിതം എന്തുണ്ടാവും? ഗുഹയുടെ മുകൾ ഭാഗത്ത് നിന്ന് താഴേക്ക് ഇങ്ങനെ ഒച്ചി വീഴും. ഇങ്ങനെ ഒച്ചി വീണിട്ട് എന്തുണ്ടാവും? ആ ഒച്ചി വീഴുന്നതിന്റെ കുറച്ച് ഭാഗം അവിടെ തന്നെ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കും. അങ്ങനെ കുറെ കാലം ഇങ്ങനെ താഴേക്ക് ഒച്ചി വീണിട്ട് മേലെ പറ്റി പിടിച്ചിരിക്കുന്ന ഇങ്ങനെ വളർന്നു വരില്ലേ? കുറെ ഇങ്ങനെ ഒച്ചി വീണ നീളം വെച്ച് വരും. അതിനാണ് എന്ത് പറയാ? സ്റ്റാലക്ടൈറ്റുകൾ. മുകളിൽ നിന്ന് താഴേക്ക് വളർന്ന് രൂപപ്പെടുന്ന ഭൂരൂപമാണ് എന്ത്? സ്റ്റാലക്ടൈറ്റുകൾ. മനസ്സിലായോ? ഒന്നുകൂടി വായിക്കാം. ജലവുമായി അലിഞ്ഞു ചേർന്നുണ്ടായ ചുണ്ണാമ്പ് മിശ്രിതം ഗുഹയുടെ മേൽക്കൂരയിൽ നിന്ന് താഴേക്ക് തുള്ളികളായി വീഴുകയും ഇപ്രകാരം വീഴുന്നതിന്റെ കുറച്ച് ഭാഗം, എന്നാൽ വളരെ കുറച്ച് ഭാഗം കേട്ടോ, ഗുഹയുടെ മേൽക്കൂരയിൽ അതായത് മേൽഭാഗത്ത് പറ്റിപ്പിടിച്ചിരിക്കുന്നു. ഏറെ കാലത്തെ പ്രക്രിയയുടെ ഫലമായി ചുണ്ണാമ്പ് നിക്ഷേപണ ഭൂരൂപങ്ങൾ എന്താണ്? താഴേക്ക് വളർന്ന് രൂപപ്പെടുന്ന ഭൂരൂപമാണെന്ത്? സ്റ്റാലക്ടൈറ്റുകൾ. മറക്കുമോ? അവസാനം ചോദ്യം ചോദിക്കും. എന്താണ് സ്റ്റാലക്ടൈറ്റുകൾ? മനസ്സിലായോ? സ്റ്റാലക്ടൈറ്റുകൾ എന്താ നോക്കാല്ലേ? നോക്കല്ലേ? അതാരും വായിച്ചെടുക്കാൻ വരിക? ആര് സ്റ്റാലക്ടൈറ്റുകൾ വായിച്ചെടുക്കാൻ വരിക? ഗേൾസിന്റെ സൈഡിൽ നിന്ന് ആര് വരിക? ആരെങ്കിലും ഒരാൾ വരൂ. ലാസ്റ്റ് വെച്ച് ലാസ്റ്റിരിക്കുന്ന ആൾ വാ. കാണാനുണ്ടോ? എല്ലാവർക്കും കാണാനുണ്ടോ? ലാസ്റ്റ് വെച്ച് ഇവിടെ ശ്രദ്ധിച്ചേ. കാണാനുണ്ടോ? അടുത്തിരിക്കുന്ന ആൾക്ക് കാണാനുണ്ടോ? എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കണോ? എല്ലാവരും ക്ലാപ്പ് കൊടുത്തേ. ക്ലാപ്പില്ലേ? മതി. എന്താണ് സ്റ്റാലക്ടൈറ്റുകൾ? ഗുഹയുടെ മേൽക്കൂരയിൽ നിന്ന് തുള്ളികളായി വീഴുന്ന ചുണ്ണാമ്പ് മിശ്രിതം ഗുഹയുടെ അടിത്തറയിൽ വീഴുമ്പോൾ അവിടെ അടിഞ്ഞു പോകുന്ന ചുണ്ണാമ്പ് നിക്ഷേപം താഴെ നിന്നും മുകളിലേക്ക് വളർന്ന് രൂപപ്പെടുന്ന ഭൂരൂപം. നമ്മൾ എന്താ പറഞ്ഞ? സ്റ്റാലക്ടൈറ്റുകൾ എങ്ങനെയായിരുന്നു? മുകളിൽ നിന്ന് താഴേക്ക് വളരായിരുന്നു അല്ലേ? എന്താ? താഴെ നിന്ന് മുകളിലേക്ക്. നമ്മൾ പറഞ്ഞു ഭൂഗർഭജലം ചുണ്ണാമ്പ് ശിലയായിട്ടാവുമ്പോ ചുണ്ണാമ്പ് മിശ്രിതാവും എന്ന് പറഞ്ഞു. ചുണ്ണാമ്പ് എന്താണ്? പെട്ടെന്ന് ലയിക്കും എന്ന് പറഞ്ഞു അല്ലെ? അങ്ങനെ എന്തുണ്ടാവും? ഭൂരൂപങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞു. അങ്ങനെ എന്താ ഉണ്ടാവുന്നത്? അവിടെ ഗുഹയുടെ മേൽക്കൂരയിൽ
മിശ്രിതം. അത് എന്നിട്ട് എന്തുണ്ടാവുക? ഗുഹയുടെ താഴ്ഭാഗത്ത് പറ്റിപ്പിടിച്ചിരിക്കും. മനസ്സിലായോ? എവിടെ പറ്റിപ്പിടിച്ചിരിക്കും? ഗുഹയുടെ താഴ്ഭാഗത്ത് പറ്റിപ്പിടിച്ചിരിക്കും. കുറെ വർഷങ്ങൾ ഇങ്ങനെ മുകളിൽ നിന്ന് ഇങ്ങനെ തുള്ളികളായി ഒറ്റ വീഴുമ്പോ എന്തുണ്ടാവുക? ഈ ഒന്നിന്റെ മേലെ ഒന്ന് വീഴും, ഒന്നിന്റെ മേലെ അങ്ങനെ ഒന്ന് വീണ്ടും എന്തുണ്ടാവുക? താഴേന്ന് പുതിയൊരു ഭൂരൂപം ഇങ്ങനെ ഉണ്ടാവും. താഴെ നമ്മളിപ്പോ മെഴുകുതിരി വെച്ചിക്കാറില്ലേ? നിങ്ങൾ കറണ്ട് പോയി കഴിഞ്ഞാൽ പറ്റിക്കാറുണ്ടോ? അപ്പൊ നമ്മൾ ആദ്യം മെഴുകുതിരി ഒരു തുള്ളി ഒട്ടിക്കും, പറ്റിക്കില്ലേ? അപ്പൊ എന്തുണ്ടാവുക? ഒരു ചടം ഒന്ന് കുത്തിയേക്കും നമ്മള്. പിന്നെ അതിന്റെ മേലെ തന്നെ ഒട്ടിച്ച് അങ്ങനെ ഉണ്ടായി വരില്ലേ? അതുപോലെ തന്നെയാണ് എന്തുണ്ടാവുക? ചുണ്ണാമ്പ് മിശ്രിതം മുകളിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ ഒറ്റ വീണ് കുറെ കാലം കഴിയുമ്പോ എന്തുണ്ടാവുക? അതിങ്ങനെ വളർന്ന് ഇങ്ങനെ വരും. ഒന്നിന്റെ മേലെ ഇങ്ങനെ വന്ന് ഒറ്റിട്ട് അപ്പൊ എന്തുണ്ടാവുക? പുതിയൊരു ഭൂരൂപം സൃഷ്ടിക്കപ്പെടും. അതിനാണ് എന്ത് പറയാ? സ്റ്റാലഗ്മൈറ്റുകൾ എന്ന് പറയാം. എന്താണ്? നമ്മൾ സ്റ്റാലക്ടൈറ്റുകൾ പറഞ്ഞ എന്താണ്? മുകളിൽ നിന്ന് താഴേക്ക് വീഴുന്ന വളർന്നുണ്ടാവുന്ന ഭൂരൂപമാണ് സ്റ്റാലക്ടൈറ്റുകൾ. സ്റ്റാലഗ്മൈറ്റുകൾ എന്താണ്? താഴെ നിന്ന് മുകളിലേക്ക് വളർന്നുണ്ടാവുന്ന ഭൂരൂപമാണ് എന്ത്? സ്റ്റാലഗ്മൈറ്റുകൾ. ഇനി ടീച്ചർ വേറെ നമ്മൾ അടുത്തൊരു ഭൂരൂപം ഉണ്ടല്ലേ? എന്താണ്? സ്തംഭങ്ങൾ. എന്താണ്? ഈ സ്തംഭങ്ങൾ എന്താന്ന് പറഞ്ഞത്? സ്റ്റാലക്ടൈറ്റുകൾ മുകളിൽ നിന്ന് താഴേക്ക് വളർന്നു വരുന്നു. സ്റ്റാലഗ്മൈറ്റുകൾ എന്താ ചെയ്യുന്നത്? താഴെ നിന്ന് മുകളിലേക്ക് വളർന്നു വരുന്നു. അപ്പൊ ഈ മുകളിൽ നിന്ന് താഴേക്ക് വളരുന്നത് സ്റ്റാലക്ടൈറ്റും താഴെ നിന്ന് മുകളിലേക്ക് വളർന്നു വരുന്ന സ്റ്റാലഗ്മൈറ്റും തമ്മിൽ കൂട്ടിമുട്ടുകയാണ്. എന്താ ചെയ്യുന്നേ? മുകളിൽ നിന്ന് താഴേക്ക് വളർന്നു വരുന്ന സ്റ്റാലക്ടൈറ്റുകളും താഴെ നിന്ന് മുകളിലേക്ക് വളർന്നു വരുന്ന സ്റ്റാലഗ്മൈറ്റുകളും കൂടി ചേരുമ്പോ ഒരു ഭൂരൂപമായി മാറും. എന്താ? കൂടി ചേരുമ്പോ ഒരു ഭൂരൂപമായി മാറുന്നു. ഇതിനാണ് എന്ത് പറയാ? സ്തംഭങ്ങൾ എന്ന് പറയാ. സ്റ്റാലക്ടൈറ്റുകളും സ്റ്റാലഗ്മൈറ്റുകളും കൂടുതൽ വളരുന്നതിലൂടെ അവ ഒരു ഭൂരൂപമായി മാറുന്നു. ഇത്തരത്തിൽ മാറുന്ന ഭൂരൂപത്തിന് പറയുന്ന പേരാണ് എന്ത്? സ്തംഭങ്ങൾ. മനസ്സിലായോ? ചുണ്ണാമ്പ് ഗുഹ നമ്മൾ ആദ്യം പറഞ്ഞു. എന്താണ്? ചുണ്ണാമ്പ് മിശ്രിതം ഭൂഗർഭജലവുമായി ഉണ്ടാവുന്ന ഒരു ഭൂരൂപമാണ് എന്ത്? ചുണ്ണാമ്പ് ഗുഹ എന്ന് പറഞ്ഞു. സ്റ്റാലക്ടൈറ്റുകൾ ചുണ്ണാമ്പ് മിശ്രിതം താഴോട്ട് ഇങ്ങനെ ഒറ്റ വീണിട്ട് ബാക്കി ഉണ്ടാവുന്ന മേലെ പറ്റിപ്പിടിച്ചിരിക്കുന്ന അത് വളർന്ന് രൂപപ്പെടുന്നതാണ് എന്ത്? സ്റ്റാലക്ടൈറ്റുകൾ എന്ന് പറഞ്ഞു. സ്റ്റാലഗ്മൈറ്റുകൾ എന്താന്ന് പറഞ്ഞേ? ചുണ്ണാമ്പ് മിശ്രിതം താഴേക്ക് ഒറ്റ വീണിട്ട് വളർന്ന് രൂപപ്പെടുന്ന ഒരു ഭൂരൂപമാണ് എന്ത്? സ്റ്റാലഗ്മൈറ്റുകൾ എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ? അതിനുശേഷം സ്തംഭങ്ങൾ എന്താന്ന് പറഞ്ഞു. എന്തായിരുന്നു സ്തംഭങ്ങൾ? സ്റ്റാലക്ടൈറ്റുകളും സ്റ്റാലഗ്മൈറ്റുകളും കൂടുതൽ വളരുന്നതിലൂടെ രൂപപ്പെടുന്ന ഒരു ഭൂരൂപമാണ് എന്ത്? സ്തംഭങ്ങൾ എന്ന് പറഞ്ഞു. ഇപ്പൊ ഈ 4 ഭൂഗർഭ ജലജന്യ ഭൂരൂപങ്ങൾ എന്താന്ന് മനസ്സിലായോ? ഉറപ്പാണോ? എല്ലാവർക്കും മനസ്സിലായോ? ഇനി റിപ്പീറ്റ് ചെയ്യണോ ടീച്ചറെ? ഉറപ്പല്ലേ? ആദ്യം നമ്മൾ എന്താ പറഞ്ഞേ? മഴവെള്ളം ഭൂമിയിലേക്ക് ഊർന്നിറങ്ങുന്നു എന്ന് പറഞ്ഞു അല്ലേ? ആ ഊർന്നിറങ്ങുന്നതിന് എന്താണെന്ന് പറഞ്ഞേ? ഭൂഗർഭജലമായിട്ട് കണക്കാക്കുന്നു. ഈ ഭൂഗർഭജലം എവിടെ എത്തും? ചുണ്ണാമ്പ് ശിലകളിൽ പതിക്കും. ഇങ്ങനെ ചുണ്ണാമ്പ് ശിലകളിൽ പതിക്കുമ്പോ എന്താവുക? ആ ചുണ്ണാമ്പ് ശിലകള് ജലത്തില് പെട്ടെന്ന് ലയിക്കുന്നു അല്ലേ? ഇങ്ങനെ ലയിക്കുമ്പോ എന്താ? ചുണ്ണാമ്പ് മിശ്രിതമായി മാറും. ഈ ചുണ്ണാമ്പ് മിശ്രിതം എന്താണ്? ഒരു ഭൂരൂപമായിട്ട് മാറുന്നു അല്ലേ? ഗുഹയുടെ രൂപത്തിൽ മാറുന്ന ഈ ഭൂരൂപത്തിനെ ചുണ്ണാമ്പ് ഗുഹകൾ എന്ന് പറയുന്നു. ഈ ഗുഹയുടെ മേൽഭാഗത്ത് നിന്ന് എന്തുണ്ടാവും? ഈ ചുണ്ണാമ്പ് മിശ്രിതം മുകളിൽ നിന്ന് താഴോട്ട് ഇങ്ങനെ ഒറ്റ വീഴും. ഇങ്ങനെ ഒറ്റ വീഴുന്ന എന്തുണ്ടാവുക? കുറച്ച് ഭാഗം അവിടെ തന്നെ പറ്റിപ്പിടിച്ച് നിൽക്കും. ഏറെ കാലങ്ങൾ തുടരുമ്പോ എന്തുണ്ടാവുക? മുകളിൽ നിന്ന് ഒരു ഭൂരൂപം താഴേക്ക് വളർന്നു വരുന്നു. പിന്നെ നമ്മൾ എന്താ പറയാ? സ്റ്റാലക്ടൈറ്റുകൾ എന്ന് പറയും. ഇങ്ങനെ മുകളിൽ നിന്ന് താഴേക്ക് ഒറ്റ വീഴുണ്ടാവുന്ന ഈ ഭൂരൂപം എന്തുണ്ടാവുക? താഴേക്ക് ഒറ്റ വീണിട്ട് അവ ഇങ്ങനെ മേലോട്ട് വളരും. ഇതിന് നമ്മൾ എന്ത് പറയും? സ്റ്റാലഗ്മൈറ്റുകൾ എന്ന് പറയും. ഈ സ്റ്റാലഗ്മൈറ്റുകളും മുകളിൽ നിന്ന് വരുന്ന സ്റ്റാലക്ടൈറ്റുകളും കൂടുതൽ വളരുന്നതിലൂടെ അവ എന്താവും? അവ സ്തംഭങ്ങളായി മാറില്ലേ? പുതിയൊരു ഭൂരൂപമായി അവ എന്തായി? സ്തംഭങ്ങളായിട്ട് മാറി. മനസ്സിലായോ? 4 ഭൂരൂപത്തിന് മനസ്സിലായോ? ഏതൊക്കെയായിരുന്നു? ചുണ്ണാമ്പ് ഗുഹകൾ, സ്റ്റാലക്ടൈറ്റുകൾ, സ്റ്റാലഗ്മൈറ്റുകൾ, സ്തംഭങ്ങൾ. ഓക്കേ അല്ലേ? ഇനി എന്തെങ്കിലും സംശയം ഉണ്ടോ? ഉറപ്പാണോ? എന്നാ ടീച്ചർ ക്വസ്റ്റ്യൻ ചോദിക്കാം അല്ലേ?
സ്തംഭങ്ങൾ ഏതെല്ലാം? ഇപ്പോൾ പറഞ്ഞേ, ഏതെങ്കിലും ഒരു ഭൂരൂപം പറഞ്ഞോ. സ്തംഭങ്ങൾ ഇവിടെ ഒരാൾ പറഞ്ഞു, ഇയാൾ പറഞ്ഞേ, ഓൻ പറഞ്ഞേ, ഏതെങ്കിലും ഒരു ഭൂഗർഭ ജലത്തിന്റെ ഭൂരൂപത്തിന്റെ പേര് പറഞ്ഞേ. ചുണ്ണാമ്പ് ഗുഹകൾ. വെരി ഗുഡ്. ഇനി മോൾ പറഞ്ഞേ, സ്റ്റാലഗ്മൈറ്റുകൾ. വെരി ഗുഡ്. ഇനി ഒന്നും കൂടി ഇല്ലേ, അതാരാ പറയാമോ പറഞ്ഞേ? പറ, അതന്നെയാണ് ശരിയാണേ. സ്റ്റാലഗ്മൈറ്റുകൾ. വെരി ഗുഡ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, സ്തംഭങ്ങൾ എന്നാൽ എന്ത്? മോൾ പറഞ്ഞേ, സ്തംഭങ്ങൾ എന്നാൽ എന്ത്? വെരി ഗുഡ്. എന്താണ്? സ്റ്റാലക്ടൈറ്റുകളും സ്റ്റാലഗ്മൈറ്റുകളും കൂടി ചേർന്ന് ഉണ്ടാവുന്ന ഭൂരൂപമാണ് സ്തംഭങ്ങൾ. ഓക്കെ ടീച്ചർ, ഇനി ഇതൊക്കെ പഠിച്ചില്ലേ? ഇനി ടീച്ചറുടെ ഹോംവർക്ക് തരട്ടെ. എല്ലാവരും ബുക്ക് എടുത്തേ. എല്ലാവരും എടുത്തോ? നോട്ട്ബുക്ക് എടുത്തോ? ക്വസ്റ്റ്യൻ പറയട്ടെ. ഭൂഗർഭ ജലജന്യ ഭൂരൂപങ്ങളുടെ രേഖാചിത്രം വരച്ച് ഭാഗങ്ങൾ അടയാളപ്പെടുത്തുക. ഭൂഗർഭ ജലജന്യ ഭൂരൂപങ്ങളുടെ രേഖാചിത്രം വരച്ച്